We're now getting some breaking news. This is regarding the Kerala techie suicide case. Now we're learning that the RSS is demanding thorough probe into the matter. RSS has dismissed the allegations. RSS has said that baseless claims in techie's online posts. In fact, RSS also said that the investigation will reveal RSS innocence. Now, remember, the Kerala techie died by suicide and had also alleged RSS sexual abuse. He had alleged that he was sexually abused by multiple RSS workers. Let's listen in. ഇവിടെ നടന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ STP ആണ് നേതൃത്വം കൊടുത്തത്. നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് വലിയ കളങ്കമുണ്ടാക്കുന്ന ഒരു നിലപാട്. ഒരു കുട്ടി ഹിജാബ് ധരിക്കുന്നതിന് ഒരു തെറ്റില്ല, യാതൊരു തെറ്റില്ല. പക്ഷെ ഇവിടെ 117 കുട്ടികൾ ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിന് ഒരു ഡ്രസ് കോഡുണ്ട്, അത് പാലിക്കണമെന്ന് എല്ലാവർക്കും ഉള്ളൊരു നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് അത് കോടതിയും സർക്കാരും എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ് മാനേജ് സ്കൂളുകളിൽ അവരുടെ യൂണിഫോം ധരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ STPയുടെ ആളുകൾ വരികയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും സിസ്റ്റർമാരും അതുപോലെ അധ്യാപകരും ഭയന്നാണ് യഥാർത്ഥത്തിൽ 2 ദിവസത്തിന് ഈ സ്കൂൾ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു പരിച്ഛേദം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്.